സഹായിക്കുമ്പോഴാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനം പറഞ്ഞതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് വാക്കി പരിചയപ്പെടുത്തിക്കോട്ടെ. ഞാൻ എത്ര പ്രഗത്ഭനായ പ്രശസ്തനായ ആളൊന്നുമല്ല. കർത്താവ് വളരെ പ്രാദേശികമായിട്ട് കർത്താവിന് വേല ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സ്വദേശം കോട്ടയത്തിനടുത്ത് അരീപ്പുറം എന്ന സ്ഥലമാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെയായിരുന്നു. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. എൻ്റെ പിതാവ് കർത്താവിന്റെ വേലക്കാരനായിരുന്നു. എൻ്റെ അമ്മയുടെ സൈഡിൽ ഞാൻ പെന്തക്കോസ്ത് 4ാം തലമുറക്കാരൻ. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് മദറും ഒക്കെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന് ഞാൻ അവരെല്ലാം ഓർക്കുന്നുണ്ട്. അവരൊക്കെ 100 വയസ്സിലാണ് മരിച്ചത്. കർത്താവിന്റെ സ്തോത്രം. കൃപയാ ഞാൻ എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ കർത്താവിന്റെ രക്ഷകനെ സ്വീകരിപ്പാൻ മഹാഭാഗ്യം ലഭിച്ചു. അതിന് പശ്ചാത്തലമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുടെ എൻ്റെ പിതാവിന്റെ മാതാവിന്റെ പിതാവിനും 6 മക്കളിൽ മൂത്തവനാണ്. ആദ്യം ഉണ്ടായ ആൺമകനാണ് ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പുറത്തു വരുന്ന ആ സമയത്ത്, പ്രസവ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ജോണ്ടിസ് മഞ്ഞപ്പിത്ത രോഗമുണ്ടായി. ആ കാലത്ത് ഞങ്ങളെ ചികിത്സ ചെയ്യുന്നവരല്ല, കർത്താവിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്, അത്ഭുത രോഗശാന്തി വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ മാതാവിനെ ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബന്ധുക്കൾ ചാർച്ചക്കാരൊക്കെ പറഞ്ഞു, അബദ്ധമാണ്, നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ദൈവസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ചു. പക്ഷേ ഞാൻ ജനിച്ചത് നല്ല കട്ട മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞായിട്ടാണ് ജനിച്ചത്. എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞ് അധിക ദിവസം മുന്നോട്ട് പോകത്തില്ല. അതിന്റെ പ്രാഥമിക ശാരീരിക അസ്വസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ മാതാവ് പിതാവ് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, ദൈവനെ സൗഖ്യമാക്കി. പക്ഷേ എൻ്റെ 5ാമത്തെ വയസ്സിൽ മാരകമായ രോഗം എന്നെ ബാധിച്ചു. എനിക്കിപ്പോഴും ചെറിയ ഓർമ്മയുണ്ട്. 5 വയസ്സ് പ്രായമേ ഉള്ളൂ. എൻ്റെ ഈ ഇടത്തെ ചെവിട്ടത്ത് ഒരു ചെറിയ ഗ്രോത്ത് പോലെ ഉണ്ടായി. അത് വളരാൻ തുടങ്ങി. വേദന ആരംഭിച്ചു. അറിവുള്ള ആൾക്കാർ ഞങ്ങൾ നാട്ടിൽ പറയും, അപ്പച്ചന്മാർ പറഞ്ഞു, ഇത് കവള് വാർപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ക്യാൻസറാണ്. അപ്പോ എന്നോട് എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം എന്ന് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലരുത്, ആൺകൊച്ചാണൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ദൈവം സഹായിക്കുന്നു പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാരണം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറിക്കഴിഞ്ഞാൽ തലയിൽ കഴിഞ്ഞാൽ വേദന എടുക്കുമല്ലോ, യേശുവിന്റെ സൗഖ്യമാക്കൽ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് വേദന വരുമ്പോൾ അമ്മയെ പ്രാർത്ഥിക്കണം പറയാണ്. അമ്മ പ്രാർത്ഥിക്കും, വേദന പോകും. ചിലപ്പോൾ ശക്തിയായ വേദന വരും. അപ്പൊ ഞാൻ പറയും, അമ്മയെ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് പോകുന്നതുകൊണ്ട് അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേദന പോകും. അങ്ങനെ ആഴ്ച കഴിയുന്നതോടും വലുതായി വരികയാണ്. വലിയ മുഖത്തെ പോലെ വികസിച്ച് വരികയാണ്. കർത്താവിന്റെ സ്തോത്രം. 21ാമത്തെ ദിവസം സാധാരണ പ്രാർത്ഥന കൊണ്ടും ഒന്നും നടക്കുന്നില്ല, അതിവേദനയാണ്. ഇത് വായിക്ക് പുറത്തു പൊട്ടും അകത്തോട്ടും അറിയില്ല. ഏതായാലും ചുരുക്കി പറയട്ടെ, അമ്മയുടെ കൂടെ കിടന്ന് അമ്മ പ്രാർത്ഥിച്ചു. ഏതായാലും ഈ പരു പുറത്ത് പൊട്ടി 2 കോളാമ്പി നിറച്ച പസിനകത്തുനിന്ന് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ഇപ്പൊ ആ വേദന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും അതിനുശേഷവും പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മ വെളിച്ചെണ്ണ ചൂടാക്കി എന്ന് പറഞ്ഞാൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഈച്ച പിടിക്കാതിരിക്കാൻ ആ എണ്ണ ഇങ്ങനെ പൊട്ടുമായിരുന്നു. അതല്ലാതെ ഒരു ചികിത്സയും ചെയ്തില്ല. കർത്താവിന്റെ കൃപയാൽ എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി കേട്ടോ. ഇപ്പോഴും എൻ്റെ SLC എൻ്റെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ SLC ബുക്കിലെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് എ സ്കാർ ഓൺ മൈ ലെഫ്റ്റ് ചീക്ക്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അമ്മയുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഗർഭ തിരുവാതിരൂപം എന്നെ കണ്ട കർത്താവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തോത്രം. എൻ്റെ 8ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മച്ചോട് ഞാൻ ചോദിച്ചു, അമ്മേ കർത്താവ് സ്തോത്രം, യേശു അപ്പച്ചൻ എന്തിനാണ് മരിച്ചതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കർത്താവിനൊക്കെ ചോദിച്ചു. എൻ്റെ അമ്മ എനിക്ക് സുവിശേഷം പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കർത്താവിനെ ക്രൂശിനെ കുറിച്ച് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. കർത്താവ് മരിച്ചത് നമ്മുടെ ലോകത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാപത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി. 8 വയസ്സുകാരൻ അറിയാവുന്ന അന്ന് അറിയാവുന്ന പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ഞാൻ കരഞ്ഞ് സമർപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേഴ്ച സഭയിൽ പോയി പറഞ്ഞ് ഞാൻ യേശുപ്പച്ചനെ രക്ഷനാ സ്വീകരിച്ചെന്ന് പറഞ്ഞു. കൃപയാൽ പറയുമ്പോൾ 9ാമത്തെ വയസ്സിൽ ആത്മാഭിഷേകം പ്രാപിച്ചു. ഞങ്ങൾ സഭയിൽ നടന്ന ഒരു കാത്തിൻ്റെ യോഗത്തിൽ അന്യഭാഷയിൽ അടയാളത്തിലൂടെ ആത്മാഭിഷേകം പ്രാപിക്കാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് അന്ന് തന്നെ സ്ഥാനപ്പെടാൻ താല്പര്യമായിരുന്നു. പക്ഷേ 12ാമത്തെ വയസ്സിൽ ഞാൻ സ്ഥാനപ്പെട്ടു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം തുറന്നു വരുമ്പോൾ ചുരുക്കമായിട്ട് പറയുന്നു, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ പിതാവിനെ മൂർഖം പാമ്പ് കടിച്ചതാണ്. ഒരു വിഷകാരൻ ഇതുപോലെ കൊണ്ടുപോയി ദൈവം തങ്ങളുടെ വീട്ടില് എല്ലാവരും മുട്ടുമേൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥികയും അത്ഭുതമായ സൗഖ്യം കൊടുത്തു. അനവധി അനുഭവങ്ങളുണ്ട്. കർത്താവ് സ്തോത്രം. ഞാൻ പറയട്ടെ, എൻ്റെ വിദ്യാഭ്യാസം ഏതാണ്ട് SSLC കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രിയുടെ സമയമായപ്പോൾ എനിക്ക് വലിയ ബ്രൈറ്റ് ഒന്നുമല്ല, പഠിക്കാൻ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ
എൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഞാൻ മുഴുവൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ അവിടെ ആരുമില്ല. ഞാൻ അവിടെ റൂമിൽ പോയി കട്ടിലെ ബൈബിള് വെച്ച് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന റൂമിൽ ആരോ മുട്ടുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ അവിടെ ഇറങ്ങി നോക്കി, അവിടെ ആരെയും കണ്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നോക്കി സൗണ്ട് കേട്ടു. ഞാൻ ചെന്ന് നോക്കി, അവിടെ ആരും കണ്ടില്ല. സന്ധ്യ സമയമാ. മൂന്നാമത്തെ പ്രാവശ്യം ഈ നോക്കിംഗ് സൗണ്ട് കേട്ടപ്പോ ഞാൻ ഇറങ്ങി ചെന്ന് ആ ഹോസ്റ്റൽ മുഴുവൻ പരിശോധിച്ചു. 200-ലധികം മുറികളുണ്ട്. എല്ലാ മുറിയും ലോക്ക്ഡൌൺ. ഞാൻ പേടിച്ചു പോയി. ഞാൻ വേഗം വന്ന് മുഴകാല് മുടക്കി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും തന്റെ ചെവി അവിടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. കർത്താവ് സ്തോത്രം. ഈ വാക്യം എനിക്കറിയാം. എന്റെ ബൈബിൾ ഞാൻ തുറന്നപ്പോ നേരെ കണ്ടത് സങ്കീർത്തനം 34:15. ദൈവാത്മാവ് എന്നെ ഏത് ശബ്ദം കേൾപ്പിച്ചോ അതേ വാക്യം മുമ്പിൽ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ കർത്താവ്, എന്റെ പ്രീഡിഗ്രിയില് 10ാം ക്ലാസ്സിലൊക്കെ കേട് തീർന്ന് ഞാൻ ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും കർത്താവ് സ്തോത്രം, കർത്താവിനെ ഏൽപ്പിച്ച് ദൗത്യമായിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ യൂത്ത് പ്രവർത്തനക്കാരെങ്കിലും പോകാതിരുന്നപ്പോ ഏതായാലും പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞാൻ മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പത്രത്തെ നമ്പർ വരും. 3rd ക്ലാസ്സിൽ എന്റെ നമ്പർ വന്നു. എന്താ 3rd ക്ലാസ് ആയിപ്പോയി? കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലോ. നിങ്ങൾ വിശ്വസിക്കാൻ എനിക്കറിയില്ല. റിസൾട്ട് മേടിക്കാൻ ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്ന് ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്റെ തല ചുറ്റിപ്പോയി. കാരണം വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്തതുപോലെ ഏറ്റവും മിനിമം മാർക്കേ ഉള്ളൂ. ഞാൻ വിചാരിച്ച എന്റെ കർത്താവേ, എന്റെ പിതാവ് എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ മാർക്കോട്ട് എങ്ങനെ വീട്ടിൽ പോകും എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചു കൊടുക്കുന്നത്. ഏതായാലും എന്റെ പിതാവ് പറഞ്ഞു ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. ചുരുക്കി പറയാ, ഏതാണ്ട് 3 മാസം പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കോട്ടയത്ത് മാത്രമേ വന്നു, വേറെ എങ്ങോട്ടും പോയിട്ടില്ല. എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു അകന്ന ബന്ധു ഞങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചു. ഞങ്ങളുടെ അരിയപ്പെടുന്ന സ്ഥലത്ത് ഒറ്റ ഫോൺ, ടെലിഫോൺ, പബ്ലിക് ഫോൺ ഒരെണ്ണേ ഉള്ളൂ. ആ പോസ്റ്റ് ഓഫീസിൽ വീട്ടിൽ ഫോൺ വന്നു. അത് 1978 ഒക്ടോബർ 15-നാണ്. 18-ാം തീയതി എറണാകുളത്തുള്ള AV തോമസ് ആൻഡ് കമ്പനി വന്ന് ജോയിൻ ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ, ഞാൻ ആ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല, ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല, ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. മറ്റന്നാൾ വന്ന് ജോയിൻ ചെയ്യാൻ. എന്റെ പിതാവ് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. ബാക്കി പറയാൻ സമയമില്ല. ചുരുക്കപ്പെട്ടെ, ദൈവത്തിന്റെ വലിയ കരഭാഗം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എന്റെ കർത്താവ് പറഞ്ഞല്ലോ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് കേട്ടോ. ദൈവത്തിന്റെ വഴികൾ അപ്രമേയമാണ്, അഗോചരമാണ്. ദൈവം ഒരിക്കലുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നാത്തതുപോലെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടിയിലുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ദൈവം എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം നല്ലവനാണല്ലോ. കർത്താവ് സ്തോത്രം. പിന്നീട് ഞാൻ 30 വർഷം ആ കമ്പനി ഞാൻ ജോലി ചെയ്തു. 30 വർഷം ഞാൻ ഏറ്റവും താഴത്തെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ് ഞാൻ ഓൾറെഡി റിട്ടയർമെന്റ് എടുത്തത്. പിന്നീട് മറ്റു കമ്പനി വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ കർത്താവിന്റെ പേരാ ഞാൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ICPF-ന്റെ ഒരു പ്രവർത്തകനും ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ചർച്ചിന്റെ യൂത്ത് PYPA-യുടെ ഒക്കെ ചുമതലക്കാരനായിരുന്നു. അങ്ങനെ ഗോസ്പൽ അച്ഛൻ ഫെലോഷിപ്പ് സംഘടനയുടെ ഒരു ചുമതലക്കാരൻ. അങ്ങനെ ഞാൻ വിചാരിച്ച കർത്താവിന്റെ പേരെന്ന് പറഞ്ഞാൽ ഒരിക്കലും പാസ്റ്ററാകാൻ ഞാനില്ല. ഒരിക്കലും ഞാൻ പെന്തക്കോസ്ത് കുടുംബം ജനിച്ചത് കൊണ്ടും പല പരിചയമുണ്ട്. ഒരിക്കലും ഞാൻ പാസ്റ്ററാകുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവിന്റെ വിളി അങ്ങനെ അല്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 2002 ഒരു ഞായറാഴ്ച രാവിലെ, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, രാവിലെ കുഞ്ഞുങ്ങൾ ആരാധിക്ക് പോകാൻ വേണ്ടി വരികയും രാവിലെ വചനം വായിക്കുമ്പോൾ പോത്തനപ്പെടുത്ത പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാം അധ്യായം എത്തി. ഒരു പാരഗ്രാഫേ വായിക്കത്തുള്ളൂ. എന്നൊക്കെ ആ വാക്യം പരിചയം ഉണ്ടായിരിക്കും. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീക്കൻ എന്ന പേരുള്ള ശിമോൻ, കൊടേനക്കാരനായ ലുക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദോടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേദയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധന്മാർ പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഈ 3 വാക്യങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആത്മാവിലായി. എനിക്ക് എന്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ കുറെ നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കുറെ ദൈവാത്മാവോട് പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വേർതിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഞാൻ എൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞു, മക്കളെ, ഭാര്യ മോളെ ഉണ്ടെന്ന്, അവിടെ അടുക്കള ജോലി ഉണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, ദൈവാത്മാവ് പറയുന്നു ഞാൻ ഇപ്പൊ ചെയ്യുന്ന വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വേർതിരിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അവർക്ക് പിടികിട്ടിയില്ല. അവരെ പറഞ്ഞു, പപ്പയ്ക്ക് എന്താ കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു. ഏതായാലും പറയട്ടെ, അന്ന് ആരാധനയ്ക്ക് പോയി. ഞാൻ ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നു.
മൂന്നാമത്തെ ദിവസം കർത്താവിൽ പ്രസിദ്ധനും ഇപ്പോൾ ഇത്തിരി വിശ്രമിക്കുന്ന ഫെയ്ത്തിലി ചർച്ചിൽ സീനിയർ പാസ്റ്ററായിരുന്ന പാസ്റ്റർ PR ബേബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ KV എന്നാണ് ഞങ്ങൾ ആ സഭക്കാരൻ അല്ലെങ്കിൽ പോലും എന്നെ പരിചയമുള്ളതുകൊണ്ട് KV എന്ന് വിളിക്കുന്നത് എന്നോട് കൂടെ തൻ്റെ കൂടെ മലബാറിലേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് കൂടെ വന്നെന്ന് പറഞ്ഞു. ഞാന് അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ചർച്ചയിൽ ഒരു വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. കോഴിക്കോട് എത്തുമ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. നിങ്ങളുടെ ചർച്ചയില് ചെറിയ ആളുള്ളപ്പോ അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നോ. അപ്പൊ അതൊക്കെ ഞാൻ വേറെ സഭക്കാരൻ ദൈവത്തിന് എന്നോട് സംസാരിച്ച അതേ ദൈവം തന്നെ ഒരു ദൈവദാസനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവിടെ കടന്നുപോയി ചില നാളുകൾ ആഴ്ചകൾ പല മാസങ്ങൾ ആവർത്തിച്ച് വയനാട്ടിൽ പോയി ശുശ്രൂഷിച്ചപ്പോൾ എൻ്റെ അകന്ന ബന്ധുവിന്റെ വീട്ടിൽ കൽപ്പറ്റ ടൗണില് ഒരു വേലയ്ക്കുള്ള തുടക്കം ഉണ്ടായി. ശുശ്രൂഷിക്കാൻ ആളില്ല. അപ്പൊ എന്നോട് എൻ്റെ ഈ പാസ്റ്റർ ദേവദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, മാസത്തിൽ ഒരു പ്രാവശ്യം ഈ കൽപ്പറ്റയിൽ വന്ന് ഈ ദൈവമക്കൾക്ക് ഒരു കൂട്ടായ്മ കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കവയാൽ അന്ന് ആരംഭിച്ചു. ഞാൻ ആദ്യം മാസത്തിൽ ഒരു പ്രാവശ്യം പോയുള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുമായിട്ട് ബന്ധമായി. അങ്ങനെ എനിക്ക് അവർ പിരിയാൻ പറ്റാതെ ഓൾട്ടർനേറ്റ് സൺഡേ ആയി. പിന്നെ 3 ആഴ്ച അവിടെയും ഒരാഴ്ച എൻ്റെ മാതൃസഭയിലായി. അങ്ങനെ 2003 ചർച്ചിന്റെ ഒരു ക്യാമ്പ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അന്ന് ദൈവദാസനോട് ദൈവാത്മാവ് സംസാരിച്ചു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള ആളുകൾ കുടുംബമായി കർത്താവിന് വേല ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിൽ മോശമായിരിക്കും എന്നല്ല പറഞ്ഞു. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവാത്മാവ് പറഞ്ഞു കേട്ട് പലവർഷം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ 2003 മുതൽ ഫെയ്ത്തിലി ചർച്ചിലെ ഒരു എളിയ ശുശ്രൂഷകൻ 2.5 വർഷക്കാലം വയനാട്ടിൽ എല്ലാ ശനിയാഴ്ച ഞാൻ ജോലിയുള്ള കാലമാണ്. ജോലി കഴിഞ്ഞ് ആരും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ ദൈവത്തിന് സ്തോത്രം ശനിയാഴ്ച രാത്രി 10 മണിയാകുമ്പോൾ എറണാകുളത്ത് തുടങ്ങുന്ന ബസ്സിൽ കയറി രാവിലെ 5:30 മണിയാകുമ്പോൾ കൽപ്പറ്റയിലെത്തും. അവിടെ നാടാൻ കഴിഞ്ഞ് 2 മണിക്ക് അവിടെ പുറപ്പെടും. വീട്ടിൽ രാത്രി 10 മണിക്ക് എത്തും. അങ്ങനെ എല്ലാ ആഴ്ചകളിലും ഏതാണ്ട് 2.5 വർഷത്തോളം തുടർമാനമായി കൽപ്പറ്റയിൽ കർത്താവിന്റെ വേല ചെയ്യാൻ. അങ്ങനെയാണ് കർത്താവിന്റെ ഒരു ഫുൾ ടൈം വേലക്കാരനായി ഒരു ശുശ്രൂഷകനായി മാറിയത്. അങ്ങനെ കർത്താവ് വിശ്രമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 12 വർഷം മുമ്പ് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള പ്രാദേശിക സഭയിൽ ഒരു ശുശ്രൂഷകനെ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോ ബൈപ്പാസ്റ്റോട് പറഞ്ഞു, KV ഒരു 6 മാസത്തേക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. പ്രത്യേക സാഹചര്യത്താൽ 6 മാസത്തേക്ക് ഇത് പറഞ്ഞു. പക്ഷേ 6 മാസത്തിൽ പോയി ഇപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോഴും പോരാനുള്ള വഴിയായിട്ടില്ല. കർത്താവിന് കൃപയ്ക്കായി നന്ദി ഞാൻ പറയട്ടെ. ഞാൻ എഴുതിയൊരു കർത്താവിന്റെ വേലക്കാരനാണ്. നിങ്ങളെല്ലാവരുടെയും മധ്യത്തിൽ രാത്രിക്കാർ വചനം വന്നിരിക്കാൻ കർത്താവിനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ കുറിച്ച് കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ ഉറപ്പാ കേട്ടോ. നമ്മൾ എത്ര അതിനോട് നിരാകരിച്ചാലും ദൈവം തനിക്കുള്ളവരെ വിളിച്ച് വേർതിരിക്കുന്ന കർത്താവായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി എന്നെ കേൾക്കുന്ന ചിലരെ കൂടെ കർത്താവ് അങ്ങനെ വിളിക്കുന്നതെന്ന് ഞാൻ ആത്മാവിൽ അറിയുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവ് നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചൊരു വചനഭാഗം എനിക്ക് പ്രകാശം ലഭിച്ചത് അപ്പോസ്തലരുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. Acts of Apostles chapter 23 and verse 11. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വായിക്കുന്നു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നാണ് ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. രാത്രി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ ഒരു രാത്രിയിലാണ് ദൈവത്തിന്റെ ആത്മാവ്, അതായത് ദൈവ തമ്പുരാൻ തന്നെ കർത്താവിന്റെ ദാസനായ പൗലോസ് അടുക്കൽ വന്ന് പറയുക, ധൈര്യമായിരിക്കുക. എന്റെ രാത്രി ധൈര്യം ചോർന്നിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? വെറുതെ ധൈര്യം ചോർന്നതല്ല, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളുടെ നടുവില്, പ്രയാസപ്രസക്തിയുടെ നടുവിൽ ദൈവത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവമക്കളെ നമ്മളെ വിളിച്ച കർത്താവുണ്ടല്ലോ, ഒരിക്കലും അകന്നിരിക്കുകയല്ല. നമ്മൾ വായിക്കുന്നു, രാത്രി കർത്താവ് അടുക്കൽ വന്ന് രാത്രി ദൈവം നമ്മോട് അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു രാത്രികാലമാക്കി കർത്താവ് മാറ്റുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷക്തനായ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ്, ദൈവത്തിന് സ്തോത്രം. തന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ദൈവത്തോട്ടോ. അപ്പോ ആ ദൈവദാസത്തെ കുറിച്ച് ദൈവാത്മാവ് പറയുകയാണ്, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ വേറൊരു ലെവലിലേക്ക് കർത്താവിന്റെ ആത്മാവ് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ സ്തോത്രം ഈ ദൈവദാസൻ ദൈവത്തിന്റെ സ്തോത്രം യെരൂശലേമിലും ആ പ്രദേശത്തൊക്കെ കർത്താവിന്റെ വേല ചെയ്തപ്പോൾ
വചനം പഠിപ്പിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തനെ കർത്താവ് അധികത്തിൽ വിജയകരനാക്കും. രാത്രി ദൈവത്തിന്റെ ആലോചനയോട് കീഴ്പ്പെട്ട് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യമാകട്ടെ ഏത് കാര്യമാകട്ടെ വിശ്വസ്തത നിന്നാൽ ഓടി സംശയം വേണ്ട. ദൈവം നമ്മളെ നിശ്ചയമാകട്ടെ ഉയർത്തി മാറ്റുന്ന കർത്താവ്. ദൈവത്തെ തുണിച്ചാട്ടെ. ദൈവത്തെ സ്തോത്രം. അപ്പോ ശുശ്രൂഷയുടെ തലങ്ങൾ മാറുവാൻ, ഔദ്യോഗിക തലങ്ങളിൽ നമ്മുടെ പദവിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവ് ഇടപെടുന്ന ചില അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തോത്രം. നമ്മൾ വായിക്കുന്നു, രാത്രി സമയം പ്രകാശം കുറയുകയാണ്, ബ്രൈറ്റ്നസ് കുറയുകയാണ്, ഇരുൾ കണക്കുകയാണ്. ദൈവത്തെ സ്തോത്രം. പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്തതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോയാണോ എന്ന് തോന്നിപ്പോകും. നമുക്കറിയാം, പുരുഷാരം ഈ പൗലോസിനെ പിടിച്ച് ദൈവത്തിന്റെ സ്തോത്രം അവനെ വിസ്തരിക്കുന്ന സമയത്താണ് ദൈവാത്മാ പറയുന്നത്, പൗലോസേ, നീ ഒരിക്കലും ധൈര്യം ചോർന്നു പോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും അധൈര്യപ്പെടണ്ട. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്ത ദൈവമാ. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ദൈവം എല്ലാവരും അകന്നു പോകുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിൽ പരിപക്ഷെ നമ്മൾ എല്ലാവരും കൈവിട്ടു പോകുമായിരിക്കും. പക്ഷെ നമ്മളെ വിളിച്ച കർത്താവുണ്ടല്ലോ, അകന്നിരിക്കുന്നവനല്ല, അവൻ അടുത്ത് വരുന്ന കർത്താവ്. പറയുന്നു, കർത്താവ് അടുക്കൽ വന്ന് പറയുക, ധൈര്യമായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രി ധൈര്യം ചോർന്നു പോകുന്ന ഏത് മേഖലയായാലും, ഞാൻ പറയാം, എത്ര ബലവാനാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുക, നിങ്ങൾ ധൈര്യമായിരിക്കെ. ദൈവത്തിന് ഒരു വഴിയുണ്ട്, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, ഒരുപക്ഷെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തുവാനുള്ള കർത്താവിന്റെ പദ്ധതി കൊണ്ട് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് സ്തോത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരയ്ക്ക് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞയച്ചതാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ പടക് കര വിട്ടപ്പോ തന്നെ തുടങ്ങി കാറ്റടിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ചെറിയ കാറ്റല്ല, വലിയ കാറ്റാണ് അടിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ കാറ്റടിച്ചിട്ട് പടക് കുലുക്ക് വന്ന് തുടങ്ങി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണമേ, ഭാരപ്പെടണ്ട. നമ്മളെ വിളിച്ചാക്കിയ ദൈവം വിശ്വസ്ത ദൈവമാ. ആ ദൈവം നമ്മളെ ഒരിക്കലും മറക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. രാത്രിയിലെ 24-ാം വാക്യം, പടകോ കര വിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വളർന്നു. രാത്രി പറയട്ടെ, നമ്മളെ കർത്താവ് പറഞ്ഞയച്ചാലും ചിലപ്പോൾ കാറ്റ് തിരമാലകൾ പ്രതികൂലമായി വന്ന് കർത്താവെ മുങ്ങിപ്പോകുമോ, താണു പോകുമോ, തകർന്നു പോകുമോ എന്ന് ഭാരപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ഭാരപ്പെടേണ്ട. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്ത ദൈവമാണ്. 25-ാം വാക്യം വായിക്കുന്നു. സ്തോത്രം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്നു, അവൻ അടുക്കൽ വന്നു. കർത്താവിന്റെ സ്തോത്രം. 27-ാം വാക്യം വായിക്കുന്നു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. മക്കളെ, നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന ചില നിമിഷങ്ങളിൽ ദൈവത്തിന്റെ സ്തോത്രം, നമ്മുടെ നല്ല നാഥൻ അടുക്ക വന്ന് പറയുക, ദൈവവൈദ്യരെ, നീ അധൈര്യപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നീ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും കൈവിട്ട് പോകത്തില്ല. നമ്മളെ വിളിച്ച ദൈവമുണ്ടല്ലോ, തക്ക സമയത്ത് ചാരെ വന്ന് അടുക്കൽ വന്ന് ദൂരെന്ന് പറയുകയല്ല, അടുക്ക വന്ന് പറയുക. ധൈര്യമായിരിക്കുന്ന രാത്രി ദൈവം നമ്മളെ ബലപ്പെടുത്തുമ്പോഴാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പടകിലുള്ളവർ നീ ദൈവത്തിനൊരു സത്യം എന്ന് പറഞ്ഞു, അവനെ നമസ്കരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. മക്കളെ, ദൈവത്തിന്റെ പ്രത്യേക കരുണ. 34-ാം വാക്യം പറയുന്നു, അവർ അക്കരെ എത്തി ഗന്ധശലയത്ത് ദേശത്ത് ചെന്ന്. ഏത് തുറമുഖത്തേക്ക്, ഏത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ കർത്താവ് അയച്ചോ, ആ ദേശത്ത്, ആ തുറമുഖത്ത് ചെന്ന് ചേർന്നത് വരെ അനർത്ഥങ്ങളുടെ പ്രതികൂല നടുവിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് അങ്ങ് തന്നെയല്ലേ എന്നെ യൂറോപ്പിലേക്ക് അയച്ചത്? കർത്താവ് ജർമ്മനിയിലേക്ക് എന്നെ അയച്ചത് കർത്താവ് അങ്ങല്ലേ?
കർത്താവ് സ്വീഡനിലേക്ക് കർത്താവ് എന്നെ അയച്ച അങ്ങല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പ്രതികൂലം? ഭാരപ്പെടേണ്ട. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ കൊടുങ്കാറ്റടിച്ചാൽ, തിരമാല അടിച്ചാലും, ചുഴലിക്കാറ്റടിച്ചാലും ഭാരപ്പെടേണ്ട. നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച നല്ല തുറമുകൾ കൊണ്ടെത്തിക്കുന്ന ദൈവം മതിയായതുകൊണ്ട് ഒന്ന് കരമുയർത്തി ദൈവത്തെ തുണിച്ചാട്ടെ. കർത്താവിന് കഴിയാത്ത വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് അവിശ്വസിക്കേണ്ട, ധൈര്യം ചോർന്നു പോകണ്ട. ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തെ സ്തോത്രം. ഫിലിപ്പ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം, ഈ പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. നമുക്കേറെ പരിചിതമായ വേദഭാഗമാണ്, 4-ാം വാക്യം മുതൽ. പക്ഷേ എനിക്ക് ജഡത്തിന് ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാത്തെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യനായി വിദ്വന്ന ധാരാളം പ്രശംസിപ്പാൻ വകയുള്ള ആളാണ്. നമുക്കറിയാം, ഒരു കപ്പൽ ഉടമസ്ഥന്റെ മകനായിരുന്നു ശൗൽ എന്ന പൗലോസ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കിലിക്കിയയിലെ താർസോസിൽ ജനിച്ചവൻ. നമുക്കറിയാം, വളരെ വിദ്യാസമ്പന്നനായ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഒരു പശ്ചാത്തലം പൗലോസിനുണ്ട്. കർത്താവിന്റെ സ്തോത്രം. പക്ഷേ ശുശ്രൂഷയിൽ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഞാൻ പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്ത ദൈവമാണ്. ആ കർത്താവ് പറയുക, പൗലോസേ നീ ധൈര്യമായിരിക്കെ. രാത്രിയെ കർത്താവ് അടുക്കമെന്ന് പറയുക, ധൈര്യമായിരിക്കെ. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയുടെ സ്ഥലങ്ങൾക്ക് കർത്താവ് ഒരു മാറ്റം കൽപ്പിക്കപ്പെടാകട്ടെ. നിങ്ങളുടെ ബൗണ്ടറി നിന്റെ ബൗണ്ടറി യൂറോപ്പിൽ ഒഴുകാനല്ല, അതിനപ്പുറത്തേക്ക് പോകത്തക്കവണ്ണം ദൈവം നമ്മുടെ പ്രവർത്തന മേഖലകൾ ദൈവം ഒരു വിശാലത കൽപ്പിക്കുന്ന കർത്താവായതുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് അടിക്കുന്ന കാറ്റുകളെ കണ്ട്, പ്രതികൂലം കണ്ട് അധൈര്യപ്പെടേണ്ട. ദൈവം നമ്മുടെ അതിർത്തികളെ വിശാലമാക്കുന്ന ദൈവ പദ്ധതിക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നമുക്കറിയാം, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്ത ദൈവമാണ്. ആ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടാത്തവനാണ്. മാത്രമല്ല, അവന്റെ പേരയാമോ ഇമ്മാനുവേൽ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരിക്കുന്ന, എന്റെ ഭാഷ പറയാ, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. 23-ാം അധ്യായത്തിൽ, പ്രവൃത്തി 23-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ അവിടെ ഒരു കൂട്ടം ആളുകൾ പൗലോസിനെ കൊന്നുകളയുവോളം, ഞാൻ ആ വാക്യം നിർത്തോട്ടെ. ദൈവത്തെ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കയില്ല എന്ന് തീരുമാനപ്പെടുത്തുന്നു. ഒരു ഭക്ഷണം കഴിക്കുന്ന, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ അവരുടെ രീതിയിൽ അവര് ഫാസ്റ്റിംഗ് എടുക്കുക. കേട്ടോ, 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തെ സ്തോത്രം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഞാൻ ഓർക്കുന്നു, കർത്തൃദാസൻ പക്ഷെ പി ആർ ബേബിയോട് എന്നോട് പറഞ്ഞൊരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്റെ കൂടെ ഫ്ലൈറ്റില് തൊട്ടടുത്തൊരു ഒരു മനുഷ്യൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഫ്ലൈറ്റില് ഫുഡ് സെർവ് ചെയ്തപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഫുഡ് വേണ്ട, ഫുഡ് ഡിനർ ചെയ്തു. അദ്ദേഹം സഹയാത്രി ചോദിച്ചു, എന്താ ഫുഡ് വേണ്ടാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് കേട്ടപ്പോ താല്പര്യം അദ്ദേഹം ടോയ്ലറ്റിലേക്ക് പോയി അദ്ദേഹം വായിച്ച പുസ്തകം ഇദ്ദേഹം നോക്കി. പിശാചിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം സൈറ്റനിക് വർഷിപ്പിന്റെ ആളായിരുന്നു, ഒരു ലീഡർഷിപ്പിന്റെ ആളാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്യാമോ, നമ്മുടെ ഇന്ത്യയിലുള്ള യൗവനക്കാരെ, ചെറുപ്പക്കാരെ, ദൈവമക്കളെ എങ്ങനെ വഴിതെറ്റിക്കാം, എങ്ങനെ കുടുംബങ്ങളെ തകർക്കാം, ദൈവവേല എങ്ങനെ നശിപ്പിക്കാമെന്ന് അതിനോട് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ അവരുടെ രീതിയിൽ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. കേട്ടോ, അപ്പൊ നോക്കി, സൈറ്റനിക് വർഷിപ്പുകാരനും ഫാസ്റ്റ് ചെയ്ത് പറയാമോ, അവൻ ഫാസ്റ്റിംഗ് ഇവിടെ പറയുന്നു, പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കയില്ല എന്ന് തീരുമാനിച്ച് ഭക്ഷണം പിടിച്ച് തീരുമാനിച്ചവരാ ഈ കൂട്ടം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില പോരാട്ടങ്ങൾ നമ്മളെ തകർത്ത് കളയുക. ഞാൻ പറഞ്ഞു മക്കളെ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ, നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഒക്കെ തകർക്കത്തക്കവണ്ണം പോരാട്ട ചിന്തയുള്ള, പക്ഷേ അതിന് നടുവിലും നമ്മുടെ കർത്താവ് നമ്മളെ വിട്ട് മാറിയിരിക്കത്തില്ല. ആദ്യം അടുക്കമെന്ന് പറയുന്ന രാത്രി ധൈര്യമായിരിക്കെ, അധൈര്യപ്പെടേണ്ട രാത്രി ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്
ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് തോന്നുന്ന സന്ദർഭം ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവമാത്മാ അത് വല്ലാത്ത കാലം ആലോചന പറയുക, ധൈര്യമായിരിക്കെ ദൈവം കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ ഭാരപ്പെടുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം നമ്മൾ വായിക്കുന്നു. 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തന്നെ കൊന്നുകളയുവാനായിട്ട് കുറെ യഹൂദന്മാര് തീരുമാനിച്ചിരിക്കും. 14-ാമത്തെ വാക്യം, ഈ പതിയിരിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പടിക്കെട്ടിൽ നിന്ന്, ഈ കോട്ടയ്ക്കകത്ത് നിന്ന് പൗലോസ് എപ്പോ വെളി വന്നാലും ആ സമയത്ത് കൊല്ലുവാൻ വേണ്ടി 40,000 ആളുകൾ സംഘം ചേർത്തിരിക്കുക. കേട്ടോ, ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് പൗലോസിന്റെ ഒരു പെങ്ങളുടെ മകൻ, 16-ാം വാക്യം വായിക്കുന്നു, ഈ പ്രതിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു പെങ്ങളുടെ മകനെ കുറിച്ച് ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ വേറെ എങ്ങും കാണാൻ കഴിയുന്നത്. കേട്ടോ, നോക്കിയേ, ദൈവം ഒരുക്കുന്ന വഴികൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരനർത്ഥം ഉണ്ടാകാൻ അനുവദിക്കാതെ നമ്മളെ വിളിച്ച ദൈവം ഉണ്ടല്ലോ. ദൈവം ഒരുക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ദൈവത്തെ സ്തോത്രം. ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും വരത്തില്ല. ദൈവത്തെ സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 1:10 വായിക്കുന്നു. ദൈവത്തെ സ്തോത്രം. നാം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിഷ്ണുവത്തൻ, ആ ദൈവം പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാകും. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ പ്രേരണയോടുകൂടെ വിളിച്ച ദൈവമക്കളെ ഇന്ന് രാത്രി ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന, കരയുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന, നിരാശ ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവത്തോട് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. നമ്മുടെ കർത്താവിനോട് നമ്മളെ ആവരാതി പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാകും. ദൈവം പരീക്ഷ അനുവദിച്ചാലും ഒരു പോക്ക് വഴി ഉണ്ടാക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പൗലോസിനെ ഒന്ന് കളയുവോള് ഒന്നും ആസ്വദിക്കലെന്ന് പറഞ്ഞ ആ ജനങ്ങളുടെ നടുവില് ഒരു പെങ്ങളുടെ മകനെ ദൈവം ഉപയോഗിച്ച് രാത്രി പറയട്ടെ. ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ ഒരുക്കി രാത്രി ദൈവത്തെ പറയട്ടെ. ആരും ദൈവത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുന്നുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ദൈവം തന്നെ സ്ത്രീകളിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതുപോലെ അപ്രമേയമായ, അത് അസാധാരണമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ വിഷയത്തിനകത്തുണ്ട്. രാത്രി ദൈവത്തെ നന്ദിയോടെ സൂചിച്ച് ആരാധിച്ചാട്ടെ. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവമക്കളെ, നിങ്ങളുടെ രാത്രി നിങ്ങളുടെ ജോലി സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പരിശുദ്ധാത്മാവിന് അറിയാം. നിങ്ങളുടെ ജോലിയിൽ അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ ക്രൈസിസ് ഉണ്ട്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമോ? കർത്താവേ, എന്തായി തീരും? കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തായി തീരും? കർത്താവേ, ഞങ്ങളുടെ ഭാവി എന്തായി തീരും? ഭാരപ്പെടേണ്ട. നിങ്ങളെ വിളിച്ച് ആ യൂറോപ്യൻ രാജ്യത്തേക്ക് അയച്ച ദൈവം ഉണ്ടല്ലോ. നിങ്ങളെ കുറിച്ച് കർത്താവിന്റെ പദ്ധതിയുണ്ട്. ദൈവം നിങ്ങൾക്ക് വഴിയൊരുക്കും. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവം ഒരു പെങ്ങളുടെ മകനെ, അവന്റെ പേര് വന്നിട്ടില്ല. ദൈവം ഒരു വഴിയൊരുക്കുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി പോക്ക് വഴി ഉണ്ടാക്കുന്ന കർത്താവാണ്. വിശ്വസിക്കുന്നവർക്കായി, ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ അപ്പോസ്തലരുടെ പുസ്തകം 23-ാം അധ്യായം മുതൽ 26-ാം അധ്യായം വരെ 4 അധികാരികളുടെ മുമ്പിൽ ഈ പൗലോസിനെ വിസ്തരിക്കുക. ഫെലിക്സ് എന്ന് പറയുന്ന ഗവർണർ, ഫെലിക്സിന് ശേഷം ഫെസ്തോസ് എന്ന് പറയുന്ന അടുത്ത ഗവർണർ, അതിനുശേഷം ഹേരോദ് അഗ്രിപ്പ എന്ന് പറയുന്ന രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വിസ്താരം കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ദൈവാത്മാവ് പറഞ്ഞ ദൂതുണ്ട്, പൗലോസേ, നീ ധൈര്യമായിരിക്കാം. നീ യെരൂശലേമിൽ സാക്ഷീകരിച്ച പോലെ റോമിൽ സാക്ഷീകരിക്കാൻ ശുശ്രൂഷ തലം മാറാൻ പോകുക. നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക്, യൂറോപ്പിലാണല്ലോ ഇറ്റലിക്ക് പോകാൻ വരുന്ന കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് തടവുകാരെയും ഔഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവാത്മാ പറഞ്ഞതുപോലെ തന്നെ ഇറ്റലി, റോമിലേക്ക്, കേട്ടോ, ഈ പൗലോസിനെ ഒരു കുറ്റവാളിയായി കസ്റ്റഡിയിലെടുത്ത് തന്റെ കപ്പലിൽ കൊണ്ടുപോയ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ്, നിന്നെ കൊന്നുകളയാതെ,
ഭക്ഷണം കഴിക്കയില്ല എന്ന് പറഞ്ഞ ആ ശത്രുക്കളുടെ നടുവിൽ ദൈവം ഒരു പോക്ക് വഴി ഉണ്ടാക്കി കേട്ടോ. ദൈവാത്മാവ് രാത്രി പറഞ്ഞ ആ ദൂത് നിറവേറത്തക്കവണ്ണം ദൈവ കാര്യങ്ങളെ അനുകൂലമാക്കുന്ന രാത്രി ദൈവാത്മാവോട് സംസാരിക്കുന്നു. ദൈവം നിന്നോട് ദൈവം മുമ്പ് പറഞ്ഞ ആ വാക്തത്വം കർത്താവേ അത് കൈവിട്ടു പോയോ? ഇന്നത്തെ പ്രസിദ്ധി കാണുമ്പോൾ കർത്താവേ ആ ദൂത് മാറിപ്പോയോ? പേടിക്കേണ്ട, ദൈവം എന്നെ ആ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരിക. ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് രൂപം കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല. 27-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവാത്മാവ് പറഞ്ഞ ആ ദൂതയിലേക്ക് ദൈവം വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 27-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നു, ഇച്ചിരി കൊണ്ടുപോവുകയാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ ഒരിക്കലും അവിശ്വസിക്കേണ്ട. കാര്യങ്ങൾ മാറി പറയുമ്പോൾ ദൈവത്തിന്റെ വാക്തം മാറ്റം വരത്തില്ല. 27-ാം അധ്യായങ്ങൾ വായിക്കുമ്പോഴല്ലോ 6 കാറ്റുകൾ ദൈവത്തിന്റെ സ്തോത്രം ഈ യാത്രയുണ്ടാകുകയാണ്. പൗലോസ് കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം അവർ പോകുന്ന അദ്രമുത്തിയ കപ്പലിൽ, ആ കപ്പലിനെ തകർത്ത് കളയത്തക്കവണ്ണം അടിച്ച 6 കാറ്റുകൾ. പെട്ടെന്ന് വായിക്കാൻ കേട്ട ദൈവത്തോത്രം. നിങ്ങൾ വേദപുസ്തകമുള്ളവർ ഒന്ന് കയ്യിലെടുത്തോണേ. 27-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദ്യം ഒരു കാറ്റുണ്ടായി. അതിന്റെ പേരാണ് പ്രതികൂല കാറ്റ്. ദൈവത്തിന്റെ സ്തോത്രം. 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ. നോക്കിയേ, പ്രതികൂല കാറ്റ് നമുക്ക് നിന്റെ യാത്രക്കെതിരായി, ഓ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായിട്ട് ചില പ്രതികൂല കാറ്റുകൾ അടിക്കും. പക്ഷെ പേടിക്കണ്ട കേട്ടോ. ദൈവം പറഞ്ഞ് വാർത്തത്വം ഓർക്കണം, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് ഈ കാറ്റൊന്നും ദൈവം നമ്മളെ തകർക്കാൻ പര്യാപ്തമല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് സാന്നിധ്യമാണ്. പറയട്ടെ, ഏത് പ്രതികൂല കാറ്റടിച്ചാലും ദൈവം നമ്മളെ മുന്നോട്ട് നടന്നു കർത്താവുകൊണ്ട് കരം ഉയർത്തി പറഞ്ഞാൽ, കർത്താവേ, ഇന്ന് കാണുന്ന ഈ പ്രതികൂല കാറ്റ് കണ്ട് ഞാൻ അധൈര്യപ്പെടത്തില്ല, കർത്താവിന്റെ വാർത്തത്വം കൂടെയുണ്ട്. പെട്ടെന്ന് പറയട്ടെ, 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കാകിയ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, ട്രാക്ക് ഓടിക്കാൻ സമ്മതിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, ഉപവസിക്കാൻ സമ്മതിക്കത്തില്ല, ആരാധിക്കാൻ സമ്മതിക്കാമോ? എവിടെ നോക്കിയാലും ഓ നിന്റെ ജീവിതത്തിൽ ആത്മീയമായി വളരാൻ അനുവദിക്കാതെ, മുന്നേറാൻ അനുവദിക്കാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ചില കാറ്റുകളെ എന്റെ രാത്രി നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കാൻ കിട്ടിയ കർത്താവേ, കൃപയാപരിക്കണമേ. അതുകൊണ്ട് ഒന്നും സമ്മതിക്കാതെ, കുടുംബത്തിനകത്ത് ആഗ്രഹം കൊണ്ടെങ്കിലും സമ്മതിക്കാതെ, ജോലിക്ക് പോയാൽ സമ്മതിക്കാതെ, എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും തടസ്സപ്പെട്ട് പോരാടുന്ന പൈശാചിക അന്ധകാല പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ സാധ്യത രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കുടുംബങ്ങൾക്ക് ദൈവം സ്വസ്ഥത കൽപ്പിക്കുമ്പോഴാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. വീണ്ടും വായിക്കുന്നു 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. അവിടെ 13-ാമത്തെ വാക്യം, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ. കണ്ടപ്പോ കുഴപ്പമില്ല അല്ലേ? മന്ദമായിക്കൊണ്ടിരിക്കും, ശാന്തമായിട്ടാ പോകുന്നത്. പക്ഷേ അതങ്ങോട്ട് കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു രക്ഷപ്പെട്ടെന്ന്. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിക്കാമോ? 18-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. അതിശക്തമായ കാറ്റ് പിന്നെ അടിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 27-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ ശാന്തമായി അടിച്ച തെക്കൻ കാറ്റ് കഴിഞ്ഞപ്പോൾ അതിശക്തമായി എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി അതിപ്പോഴത്തെ കേൾവി കൊണ്ടുവരുമ്പോ വല്ലകാലത്ത് പഠിക്കുന്ന ആ പ്രശ്നം കൂടി ഉണ്ടല്ലോ. നമ്മുടെ രീതി വരുമ്പോൾ അവർക്ക് കർത്താവേ ഇതെന്താ കർത്താവ്, ഇതെന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങിയതാ, കർത്താവിന്റെ വിളിയുണ്ട്, ദൂതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നൊക്കെ ഒരു കാറ്റ് കഴിയുമ്പോൾ അടുത്ത കാറ്റ്, അത് കഴിയുമ്പോൾ അടുത്ത കാറ്റ്. ഇന്ന് കേൾവിയില്ലാത്ത അതിശക്തമായ നിന്നെ തകർത്ത് കളയുമെന്ന്, നിന്നെ നശിപ്പിക്കുമെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിന്റെ വേല നിന്നെ കൊണ്ട് ചെയ്യിക്കയില്ല എന്ന് വാദിക്കുന്ന ചില ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ കാറ്റിനെ രാത്രി ആഞ്ഞടിക്കുന്ന തകർക്കുന്ന കാറ്റിനെ ശാസിച്ചിട്ട് ഇതുപോലെ ഈശാനമൂലൻ കാറ്റടിച്ച് ആ കപ്പലിനെ തകർത്തുകളെന്ന് തോന്നുന്നു. പക്ഷേ വായിക്കുന്നു ദൈവം മുന്നോട്ട് നടത്തിക്കട്ടോ. ആ കാറ്റ് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില കാറ്റുകൾ അടങ്ങും. കർത്താവിന്റെ നാമത്തിന്റെ കാറ്റുകൾ അടങ്ങും. ദൈവത്തിന്റെ സ്തോത്രം. 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ കൊടുങ്കാറ്റിലകപ്പെട്ടു. എന്റെ ദൈവമേ, എന്താണിത് അല്ലേ? ചില പറയാം, എന്റെ കർത്താവ് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ?
എന്റെ അപ്പുറത്തേക്ക് ആൾക്ക് കുഴപ്പമില്ല, ഇപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഈ പ്രശ്നം മുഴുവൻ എനിക്കാ. ഭാരപ്പെടരുത് കേട്ടോ. വിളിച്ച ദൈവം വിശ്വസ്തനാ. ഈ കാറ്റടിച്ചാലും ഇതിനപ്പുറത്ത് ഒരു മിഷൻ ഉണ്ട് കേട്ടോ, ഒരു ഉയർച്ചയുണ്ട്. കാറ്റുകൾ ആവർത്തിച്ച് അടിച്ച് നിന്റെ ജീവിത യാത്ര ദുഷ്കരമാകും. ഓർക്കണമേ, ഒരു കാര്യം ഓർത്തോളം, ദൈവം നിനക്ക് ഒരു പ്രമോഷൻ ഒരുക്കിയിട്ടുണ്ട്. ഈയോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഇരട്ടി കൊടുത്ത് മാനിച്ചതുപോലെ ദൈവത്തിന് ഒരു പദ്ധതി ദൈവത്തിന് നിന്റെ മേലുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട്, നിന്റെ കുടുംബത്തിന്റെ മേലുണ്ട്, നിന്റെ സഭയുടെ മേലുണ്ട്, നിന്റെ ശുശ്രൂഷയുടെ മേലുണ്ട് കേട്ടോ. ദൈവം ഒരിക്കലും ഞാൻ അതിനെ വിടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടേണ്ട. 20-ാം വാക്യം വായിക്കുമ്പോൾ വല്ലാത്ത കൊടുങ്കാറ്റ്. ദൈവമക്കളെ, കാറ്റുകളും തിരമാലകളും പ്രതികൂലങ്ങൾ ഇത് കർത്താവിനെ മറന്നുപോയെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഈ വാക്യം അധ്യായം വായിക്കുമ്പോൾ 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന് വായിക്കുന്നു. എങ്കിലും 22 ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസ് തന്റെ സഹയാത്രികരായ 275 പേര് പറയുകയാണ്, ഹല്ലേലൂയ, വിശ്വാസികളുള്ളൂ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ആ സ്ഥാപനം ഒരുപക്ഷെ ഒരു തകർച്ചയുടെ വക്കിലായിരിക്കാം. ഭാരപ്പെടാണ്ട് പറയണം, ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ ജർമ്മനി വന്നിരിക്കുന്ന, സ്വീഡനിൽ വന്നിരിക്കുന്ന ദൈവത്തിനെ നമ്മൾ പറയണം, അധൈര്യപ്പെടണ്ട, എന്നെ വിളിച്ച കർത്താവുണ്ട്. ദൈവത്തിന് പറയുക, നിങ്ങൾ അധൈര്യപ്പെടണ്ട, നിങ്ങൾ ധൈര്യത്തിൽ ഞാൻ കൊണ്ട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വലത്തിന് മക്കളെ നമ്മളിൽ ആർക്കും ഛേദം വരാതെ നമ്മളെ കാക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നേരെ ഭാര്യ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ പറയണം, എന്നെ വിളിച്ച ദൈവം എന്നെ കൈവിടത്തില്ല. ഹാലി, കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. നീ റോമിലെത്തും കേട്ടോ. ദൈവം നിന്നെ കുറിച്ച് ശുശ്രൂഷിച്ചപ്പോൾ ആ ശുശ്രൂഷ പോകുന്ന യാത്രയ്ക്കകത്ത് ഈ പ്രതികൂലം വരുമ്പോൾ പൗലോസ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറി. സഹയാത്രി പറയാ, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ സ്തോത്രം. 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, ദൈവങ്ങളെ, പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, വരുമാനം നിലയ്ക്കുമ്പോൾ, കൂടെ നിന്നവരൊക്കെ നമ്മളെ കൈവിടുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവം. പൗലോസ് പറഞ്ഞു, പൗലോസേ, നീ ഭാരപ്പെടണ്ട. നീ ചോദിച്ചത് ഈ ശൂലം മാറാനല്ലേ? ശൂലം അവിടെ ഇരുന്നോട്ടെ, പക്ഷേ എന്റെ കൃപ നിനക്ക് മതി. രാത്രികാലം നമുക്ക് വേണ്ടി തികഞ്ഞു വരുന്ന ഒരു ദൈവം. ദൈവം നിനക്ക് വേണ്ടി ദൈവ കൃപ തന്നേക്കും കേട്ടോ. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ സേവിച്ചത് എന്റെ ദൈവം പറഞ്ഞു, പൗലോസേ, ഒരിക്കൽ മാത്രം പറയുകയില്ല, നീ പണ്ട് കേട്ട ദൂത് ഇന്ന് രാത്രി ഒന്നുകൂടി ആവർത്തിക്കുക. ഒരുപക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്കകത്ത് ഇതേ ദൂത് നീ കേട്ട് കാണുമായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇതേ ദൂത് കേട്ട് കാണാതിരിക്കും. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടമടങ്ങിയപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ദൂത് കേട്ട് കാണിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഗോഡ് ഈസ് മേക്കിംഗ് യു കൺഫേം. ദൈവം കൂടെയുണ്ട്, അധൈര്യപ്പെടേണ്ട. ദൈവം തന്നെ സഹായിക്കട്ടെ, ദൈവം ഉയർത്തും കർത്താവ്. അതുകൊണ്ട് സേവിച്ച ദൈവം അടുക്ക നിന്നു. 24-ാം വാക്യം, പൗലോസേ, ഭയപ്പെടരുത്. ഭയപ്പെട്ട് പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ബൈബിൾ 305 പ്രാവശ്യം പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട്? എല്ലാ ദിവസവും ഭയപ്പെട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവം പറയുക, ഭയപ്പെടരുത്. നീ കൈസയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. 23-ാമത്തെ 11-ാം വാക്യത്തിൽ പറഞ്ഞ അതേ ദൂത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പോലെ എപ്പോ പോയാലും എവിടെ യാതൊരു പറഞ്ഞാൽ ദൈവം പറയും, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ദൈവന്മാർ പറഞ്ഞ ദൂത് വീണ്ടും ആവർത്തിച്ചു കഴിയുമ്പോൾ, ആടി ഉഴയുമ്പോൾ, ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ, പ്രതികൂലം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഒരുപക്ഷെ ഇയ്യോബിനെ പോലെ ജീവിത പങ്കാളി പോലും നമ്മളെ കൈവിട്ടേക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാരൻ നമ്മളെ ഒരുപക്ഷെ കൈവിട്ടേക്കാം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മൾ കൈവിട്ടേക്കാം. പക്ഷെ നമ്മളെ
ചോര കൊടുത്ത് വീണ്ടെടുത്ത നമ്മുടെ പ്രാണപ്രിയനായ കർത്താവുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, പെറ്റതെല്ലാം മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ദൈവം നിന്നെ മറന്നിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധ ഓർപ്പിക്കുന്നു, ദൈവം നിന്നെ അറിയുന്നുണ്ട്. ദൈവത്തിന്റെ മുന്നോട്ട് നടത്തി കേട്ടോ, ദൈവം നിനക്ക് വേണ്ടി ചില ഉയർന്ന തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. അടിക്കുന്ന കാറ്റുകൾ നമ്മളെ ഉറപ്പിക്കുന്ന കാറ്റുകളാണ്. ദൈവത്തെ സ്തോത്രം. നിന്നോടുകൂടെ ഈ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കർത്താവ് സ്തോത്രം. 36 വാക്യത്തിന് വരിക. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഈ പൗലോസിന്റെ വാക്കുകൾ വളരെ ധൈര്യപ്പെടുത്തുന്നതായിരുന്നു. ആശയറ്റുപോയി. ഏത് സമയത്തും അദ്രിയ കടലിൽ തങ്ങളുടെ ജീവൻ കൊലിയുമെന്ന് വിചാരിച്ചിരുന്ന ആ കപ്പലിൽ ഉടമസ്ഥൻ, ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ സകല തടവുകാരും പട്ടാളക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. ഓർക്കണേ, 270 പേരുണ്ട്. അവരെല്ലാവരും 14 ദിവസമായി ഭക്ഷണമില്ലാമോ ഏത് സമയത്ത് മരണം സംഭവിക്കാം. പക്ഷേ അഭിഷക്തനായ ദൂത ഏറ്റവും വാങ്ങിക്കൊണ്ട് വരുന്ന ദൈവവൈദ്യനായ ഈ പൗലോസ് ഉള്ളത് കൊണ്ടുണ്ടല്ലോ, ആ കപ്പലില് ആർക്കും ഛേദം വരാതെ ദൈവപരിപാടികളെ ദൈവത്തോട് അഭിഷക്തനായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൂത് പ്രാപിച്ച് ഒരു നിയോഗത്തോടെ പോകുന്ന ദൈവത്തിലെ നീ നിമിത്തമായി നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ കണ്ണീർ നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നടത്തുന്ന ജീവിതത്തിൽ ദൈവം നമ്മളെ കൈവിടാതെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന കർത്താവായതുകൊണ്ട് ഒന്ന് കരം ഉയർത്തി ദൈവത്തെ തുടിച്ചാട്ടെ. നമ്മുടെ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. അപ്പോ നമ്മൾ വായിച്ചു കേട്ടതുപോലെ 28 അധ്യായം വായിക്കുമ്പോൾ അവര് ബലിത്ത ദ്വീപിൽ ചെന്ന് അവര് ഒടുവിൽ നമ്മൾ വായിക്കുന്ന റോമിൽ ചെന്ന് തന്റെ ദൈവാത്മ പറഞ്ഞതുപോലെ തന്നെ തന്റെ ശുശ്രൂഷ അവിടെ നിവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഞാൻ നല്ല പോൾ പൊഴുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിന് കീഴിൽ എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ ശുശ്രൂഷ തീർത്ത് ഒരു പ്രഭാതത്തിൽ റോമൻ ചക്രവർത്തിയുടെ വാള് ഈ പൗലോസിന്റെ കഴുത്തിൽ നിന്ന് വേർപിടിച്ചു കളഞ്ഞു. തീമോഥെയോസ് തന്റെ പുതപ്പുമായി ആ ജയിലിൽ വന്നപ്പോ കേട്ട വർത്തമാനം, പുതപ്പിന്റെ ഉടമസ്ഥൻ ഈ ചുരുകൾ എഴുതിയാത്രയുണ്ടല്ലോ, അതിന്റെ ശുശ്രൂഷ തികച്ച് അക്കരെ നാട്ടിൽ പോയി. പ്രിയമുള്ളവരെ, നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ പൂർത്തീകരിപ്പാൻ ദൈവത്തെ സഹായിക്കപ്പെടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ധൈര്യം ചോർന്നു പോകരുത്. ധൈര്യത്തോടെ ഇരിപ്പീൻ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ഒക്കെ വെറും മീൻപിടുത്തക്കാരായിരുന്നു, മുക്കുവന്മാരായിരുന്നു. പക്ഷേ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആ 9-ാം പ്രാർത്ഥനാ സമയത്ത് ആലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന ആ മനുഷ്യനെ കൈക്ക് പിടിച്ചു പറയാമോ, അവൻ അമ്മയുടെ ഗർഭമുതൽ മുടന്തനായിരുന്നു. ഒരിക്കലും നടക്കയില്ല എന്നുള്ളത് തീർച്ചയാണ്. അവൻ ആദ്യത്തിൽ പോകാൻ അനുവാദമില്ല, കാരണം വികലാംഗനായതുകൊണ്ട് ആദ്യം പ്രവേശിക്കാൻ കഴിയത്തില്ല. പക്ഷേ ലോകം എന്ത് പറഞ്ഞാലും ചരിത്രം എന്ത് പറഞ്ഞാലും ദൈവത്തെ സ്തോത്രം, അഭിഷക്തനായ പത്രോസ് അഭിഷേക യോഹന്നാനും കൂടെ അവനെ കൈക്ക് പിടിച്ചപ്പോൾ അവന്റെ നരിയാണി ഓർത്തിയ മക്കളെ ഒരിക്കലും ഉറയ്ക്കയില്ല എന്ന്, ഒരിക്കലും ഉറപ്പിക്കയില്ല എന്ന് ദുഷ്ടപിശാച് വാദിച്ചാലും ദൈവത്തിനെ നിന്നെ ഉറപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. കഴിഞ്ഞ 40-ലധികം വർഷമായി ഉറയ്ക്കാതെ കിടന്ന ആ മനുഷ്യന്റെ നരിയാണി ഉറപ്പിച്ച് അവൻ എഴുന്നേറ്റ് തുള്ളി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നേരെ ആഴത്തിൽ പോകത്തൊക്കെ കൊണ്ട് സഹായിച്ച ആ ദൈവങ്ങളെ രാത്രി നിങ്ങളെ ഉറപ്പിക്കുമാറാകട്ടെ. എവിടെയൊക്കെ ഇളക്കം തട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഉറപ്പിക്കുന്ന ദൈവ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവം ചിലരെ ഉറപ്പിക്കുന്ന രാത്രികാലമാക്കി കർത്താവ് മാറ്റുമാറാകട്ടെ. ശുശ്രൂഷയ്ക്കകത്ത് ഭാരപ്പെടുന്ന ദൈവം നിന്നെ ഉറപ്പിക്കും. നിന്റെ അതിർത്തികളെ ദൈവം വിശാലമാകും. എത്രയും കൊണ്ട് ഒതുങ്ങാനത് കേട്ടോ, നിന്റെ ബൗണ്ടറി വിശാലമായി.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. റോമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലക്കത്തൊക്കെ വേണം ദൈവം ഒരു ഉപകരണമാക്കി നിന്നെ ഉപയോഗിക്കുമ്പോഴാകട്ടെ. നിന്റെ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കട്ടെ. കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അത് തകർക്കുമെന്ന് വാദിക്കാൻ തരുമ്പോൾ കഴിയും. അധൈര്യപ്പെടേണ്ട ദൈവം മന്ത്രാധികാരം വീണ്ടും ഓർപ്പിക്കുക. ധൈര്യത്തോടെ ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സാരില്ലെങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന് കഷ്ടമുണ്ട്, ധാരമില്ല, ദൈവം കൂടെയുണ്ട്. ദൈവം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു 10:35, മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം ഒരിക്കലും തള്ളിക്കളയരുത്. ദൈവത്തിന്റെ സ്തോത്രം. ജയിക്കുന്നവർക്ക് കിരീടവുമായി കർത്താവ് കാത്തിരിക്കുക. അതുകൊണ്ട് വഴിത്തലയ്ക്കൽ പട്ടുപോകാനല്ല, കാലാവധി ഓടിയിട്ട് ക്ഷീണിച്ചു പോകാനേ. പിന്നെയോ ഒരു കുതിരപ്പടയുണ്ട്, ഭാരപ്പെടണ്ട. ജയിച്ചവർക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ഒരിക്കലും തള്ളിക്കൽ. നിങ്ങൾ കർത്താവ് തന്നിട്ടുള്ള ആ സുവിശേഷത്തിന്റെ, വചനത്തിന്റെ, അഭിഷേകത്തിന്റെ ആ ധൈര്യമുണ്ടല്ലോ, ഒരിക്കലും ചോർന്നു പോകാതെ കുവൈ നിൽപ്പാൻ നമ്മളെ ദൈവം സഹായിക്കുമ്പോഴാകട്ടെ. ഇവിടെ ഇത് വായിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത്, ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തൊക്കെ ലഭിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെന്ന് നമ്മൾ ദൈവത്തെ നിലവിളിക്കുമ്പോൾ ദൈവസ്തോത്രം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി കർത്താവിന്റെ പാദപീഠം. രാത്രി മക്കളെ, നമ്മളായിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ വചനത്തിൽ തന്നെ നമ്മളായിരിക്കുമ്പോൾ അധൈര്യപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നിന്നെ ബലപ്പെടുത്തും, കർത്താവ് നിന്നെ സഹായിക്കും, കർത്താവിന്റെ കൂടെ ഇരിക്കും. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. ദൈവത്തെ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുക. ശുശ്രൂഷയ്ക്ക് വേണ്ടി എളിയവനാകുന്ന എന്നെ ക്ഷണിച്ച കർത്താവ് ദാസനോടും കുടുംബത്തോടും നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കർത്താവ് സ്തോത്രം. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുകരിക്കുമ്പോഴാകട്ടെ. ദൈവം അയച്ചിട്ടാ നിങ്ങൾ യൂറോപ്പിൽ അയക്കുന്നത്, ദൈവം അയച്ചിട്ടാ ജർമ്മനിയിൽ അയക്കുന്നത്, യൂറോപ്പിൽ ഏത് രാജ്യത്തായാലും ദൈവം അയച്ചിട്ടാ ചെന്നേക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. കാറ്റുകൾ അടിക്കും, ആളുകൾ തനിക്കെതിരായി മാറും, പ്രതികൂലം ഉണ്ടാകും, വേറെ ചെയ്യിക്കില്ല എന്ന് പറയും. പക്ഷെ പേടിക്കണ്ട, വിളിച്ചവൻ വിശ്വസ്തനായി കൂടെയുണ്ട്. പൗലോസേ, ഞാൻ നിങ്ങളുടെ പേര് പറയുക, ദൈവം നിങ്ങളോട് പറയുന്നു, ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ. കർത്താവ് സഹായിക്കും, കർത്താവ് കാര്യങ്ങളെ പിടിക്കും. ദൈവം നിനക്ക് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ദൈവം തന്നിരിക്കുന്ന സ്വപ്നങ്ങൾ ദൈവം പൂമണിയുവാൻ കർത്താവ് സഹായിക്കും. ചില അനുഗ്രഹങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമേറിയ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. ബെഥേൽ ഇന്റർനാഷണൽ പെന്തിക്കോസ്റ്റൽ ചർച്ചിന്റെ എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ഞങ്ങളുടെ നാമത്തിൽ നന്ദി പറയുന്നു കർത്താവേ. വിശേഷിച്ച് ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷാജി സാബുവിന്റെ കുടുംബത്തെയും കർത്താവേ, റാമിയിൽ നിന്ന് ആ രാജ്യത്ത് കൊണ്ടുപോയി കർത്താവേ, ആ ദേശത്തിന് വെളിച്ചം കൊടുക്കത്തക്കവണ്ണം, സുവിശേഷം അറിയിക്കത്തക്കവണ്ണം, അനേകം ഉറപ്പിക്കത്തക്കവണ്ണം കർത്താവേ, മലയാളികളായിട്ടും മറ്റും ജോലിക്ക് വേണ്ടിയൊക്കെ ആ രാജ്യത്തിൽ നിന്ന് അനേകരെ കർത്താവേ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അവരെ കൈത്താങ്ങൾ കൊടുക്കുവാനും അവരെ കർത്താവിൽ കൃപയെ നിർത്തുവാൻ കർത്താവേ, അവദാസനെ കുടുംബത്തെ അവിടുന്ന് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നത് കർത്താവേ. ചില തീയിൽ നിന്ന് വചനത്തിൽ രക്ഷിപ്പാൻ കർത്താവെ ഞങ്ങളുടെ കാര്യങ്ങളുടെ ദാസനെ കുടുംബത്തെയും ശബ്ദം അടിവെക്കുന്നത് ഓർത്തത്തിൽ നാം സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് അനുഗ്രഹിക്കണമേ. വേല ഇനി വിശാലമാകട്ടെ കർത്താവെ. ഞങ്ങളുടെ നാട്ടുകളിൽ ദൈവമേ കൊടുത്തിരിക്കുന്ന ഓരോരുത്തരും പോലും നിഷ്ഫലമായി പോകാതെ കർത്താവെ, പ്രതികൂലങ്ങളുടെ നടുവില് പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവെ അങ്ങനെ കാര്യം പിടിച്ച് നടത്തണമേ കർത്താവെ. രാത്രി ഈ സൂമൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ കുഞ്ഞുങ്ങളെയും, അവരുടെ പ്രവർത്തനങ്ങളിലെ കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് സഹായിക്കണമേ, സമാധാനത്തിന് കാക്കണമേ. സന്തോഷം കെടുത്തുന്ന, ധൈര്യം കെടുത്ത് എന്തൊക്കെ പോരാട്ടമുണ്ടോ ഇന്ന് രാത്രി നസറേയനായ യേശുവിന്റെ നാമത്തിൽ ജയം കർത്താവ് കൽപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടോട് സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിൻ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.